Good afternoon. Good afternoon, madam. Good afternoon. Good afternoon. Good afternoon. Okay, Abhita, good afternoon. തുടങ്ങാം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ Good afternoon. ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മള് കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ആ ചാപ്റ്റർ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കാനേ. അപ്പോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മള് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മള് മൂന്നായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ മൂന്നാമത്തെ എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അല്ലെ? നമ്മൾ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തത്. ഓക്കെ, പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു അല്ലെ? ഏതൊക്കെയായിരുന്നു? ഒന്ന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നാലായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? തെറാപ്യൂട്ടിക്, ജനറല്, പിന്നെ ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ് ആയിട്ട് നാലായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിരുന്നു. പിന്നെ മൂന്നാമത്തെ മെയിൻ ഡിവിഷൻ ഏതായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അതിന് നമ്മൾ മൂന്നായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് അതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ആണ് അല്ലെ? അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഡോക്ടർ വന്ന് നമ്മൾ കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചു പോകാം. നമ്മൾ ഔട്ട് പേഷ്യൻസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, അവിടെ അഡ്മിറ്റ് ആവുന്നില്ല അല്ലെ? ഓക്കെ, അതറിയാം. പിന്നെ എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ റിക്കവറി, ഒബ്സർവേഷനും ഒക്കെ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് 24 അവർ കെയർ കൊടുക്കുന്നത്, 24 മണിക്കൂറും കെയറും അക്കോമഡേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനെയാണ് അവിടെ പരിചരിക്കുന്നത്. നമുക്കറിയാം അവർക്ക് തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം, ഒബ്സർവേഷനും റിക്കവറി ഒക്കെ ആവശ്യമാണ് അല്ലെ? കാര്യം അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ 24 മണിക്കൂറും കെയറും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനങ്ങളെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഇൻപേഷ്യന്റ് സർവീസിൽ വരുന്ന കുറച്ച് സേവനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അതായത് നമ്മൾ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില ഫെസിലിറ്റീസുകളുണ്ട് അല്ലെ? എന്തൊക്കെയായിരുന്നു അത്? ഇൻപേഷ്യന്റ് സർവീസസിന് പേഷ്യന്റ് റൂംസ്, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് നമ്മൾ അവിടെ റൂമുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? പേഷ്യന്റ് റൂമുകള്, പിന്നെ പേഷ്യന്റ് വാർഡുകള്, പിന്നെ എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU അല്ലെ? എന്ന് പറയുമ്പോൾ അതൊരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യേക സേവനങ്ങളാണ് അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ ലേബർ റൂമുകള്, മെറ്റേണിറ്റി വാർഡുകൾ അല്ലെ? പ്രസവ വാർഡ്, ഇതൊക്കെ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ഇൻപേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമ്മളോട് ചോദിക്കാം കേട്ടോ, താഴെ തന്നിരിക്കുന്നതില് ഒരു ഇൻപേഷ്യന്റ് സർവീസസിൽ ഉൾപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്,
ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂംസ്, മെറ്റേണിറ്റി ഹാംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന സേവനങ്ങൾ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏകദേശം ഒരു 24ഓളം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഓരോ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓർഗൻസുകൾ, ചില ബോഡി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓർഗൻസുകളൊക്കെ നമുക്ക് ചിലതിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഔട്ട് പേഷ്യന്റ് സർവീസസിൽ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ കാഷ്വാലിറ്റി അല്ലെ, നമുക്കറിയാം അല്ലെ, കാഷ്വാലിറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ്? അത്യാഹിത വിഭാഗം എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ സാധാരണയായിട്ടൊരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് രോഗിനെ എവിടേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്? കാഷ്വാലിറ്റിയിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? ഓക്കെ, അത് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. കാഷ്വാലിറ്റി അല്ലെ, അത്രയും എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവരുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്? ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യന്റ് നമ്മൾ ഫസ്റ്റ് എവിടേക്കാണ് കൊണ്ടുവരുന്നത്? കാഷ്വാലിറ്റിയിലേക്കല്ലേ കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് പറയാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് വായിക്കാം കേട്ടോ. കാർഡിയോളജി, കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്കറിയാം അല്ലെ? കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞേ? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള കേട്ടോ. അങ്കിത്തോ, റോഷ്നി, ശ്രീലക്ഷ്മി, ശില്പ കറക്റ്റ് ആണ് കേട്ടോ. ഹൃദയവുമായിട്ട് അല്ലെ, ഹൃദയ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. അത് നിങ്ങൾക്കറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? കറക്റ്റ് ആണ് കേട്ടോ. റോഷ്നി, ശ്രീലക്ഷ്മി അതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ശില്പ ഡെർമറ്റോളജി. അടുത്തത് ഏതാണ്? ENT ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതേതാണ്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. നമ്മുടെ എന്താണ്? ചെവി, നമ്മുടെ മൂക്ക്, അതുപോലെ നമ്മുടെ ത്രോട്ട് അല്ലെ, ENT അറിയാലോ. പിന്നെ വരുന്നതാണ് ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുമായിട്ട് കണ്ട്? ഓൾഡ് ഏജ്ഡ് പീപ്പിൾ ആണ് അല്ലെ. അതായത് പ്രായമായിട്ടുള്ള ആളുകൾ, അതെ ഓൾഡ് പീപ്പിൾ, വയസ്സായിട്ടുള്ള ആളുകൾക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള എന്താ പറയാ ചികിത്സകളൊക്കെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അറിയാത്തവര് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. നിങ്ങളുടേതായ എഴുതി വെച്ചാൽ മതി കേട്ടോ. ജെറിയാട്രിക്സ് കേട്ടോ, വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഗൈസ്ട്രോ എൻറ്ററോളജി. ഇതാണ് ഗൈസ്ട്രോ എൻറ്ററോളജി. എന്തായിരിക്കും ഗൈസ്ട്രോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തുമായിട്ട്? അത് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കേട്ടോ. റോഷ്നി, ലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആമാശയം, സ്റ്റൊമക്ക്, എൻറ്ററോ അല്ലെ. ഗൈസ്ട്രോ എൻറ്ററോ, എൻറ്ററോ എന്ന് പറയുന്നത് നമ്മുടെ കുടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, നമ്മുടെ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അല്ലെ. നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ അബ്ഡോമൻ അല്ലെ, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഗൈസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അറിയാലോ ജനറൽ സർജറി കേട്ടോ. ജനറൽ സർജറി സർജിക്കൽ വിഭാഗമാണ്. പിന്നെ വരുന്നത് ഹെമറ്റോളജി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് ലക്ഷ്മി. ഹെമറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. ഈ പറയുന്ന ബ്ലഡും ബ്ലഡിന്റെ ഡിസോർഡേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ത്? ഹെമറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവരെ എഴുതി വെക്കുന്നോണ്ടോ. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. ഈ പറയുന്ന ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഒബ്സ്ട്രക്റ്റിസ് കേട്ടോ. ഒബ്സ്ട്രക്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഒബ്സ്ട്രക്റ്റിസ് നമ്മൾ കൂടുതൽ കേൾക്കുന്ന അബദ്ധമായിട്ട് തന്നെ, അതായത് നമ്മുടെ പ്രസവ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഗൈനക്കോളജി ആയിട്ട് റിലേറ്റഡ് ആണ്. അതിന്റെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ അവിടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഗൈനക്കോളജിയുടെ ഒരു വിഭാഗമാണ് കേട്ടോ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്.
അപ്പം ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അമ്മയുടെ ഈ പറയുന്ന പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് പാർട്ടം പീരീഡൊക്കെ വരില്ലേ, അമ്മ കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷമുള്ള ആ ഒരു ടൈം. അപ്പൊ ആ ഒരു സമയത്ത് ചുറ്റി പറഞ്ഞ അമ്മയ്ക്ക് കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പീഡിയാട്രിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? കിഡ്സ്, അല്ലെ, കുട്ടികളുമായിട്ട്. കറക്റ്റാണ് കേട്ടോ. ബേബി, ഓക്കെ, ബേബി ആകുമ്പോൾ നിയോനാറ്റോളജിയിലോട്ട് വരും കേട്ടോ. എങ്ങനെയാണെങ്കിലും പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ചികിത്സാ വിഭാഗമാണ് അല്ലെ. ഓക്കെ, അടുത്തതാണ് ന്യൂറോളജി അല്ലെ. ന്യൂറോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ന്യൂറോൺസ്, നെർവസ് സിസ്റ്റം അല്ലെ, നമ്മുടെ നാഡി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ത്? നമ്മുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, നെർവുകളാണ് കേട്ടോ, നെർവുകൾ, നമ്മുടെ ന്യൂറോൺസ് കേട്ടോ, നാഡികളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ, അതെ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? ഒഫ്താൽമോളജി അല്ലെ. ഒഫ്താൽമോളജി എന്താണ്? നമ്മുടെ നേത്രരോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഐയിലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് പുറമേ ഉണ്ട്. ഇനി ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് കേട്ടോ. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഇതിൽ പറയാത്ത ഇനി ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ പറയാത്ത പല ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇൻപേഷ്യന്റ് സർവീസ് എന്താണ്, ഔട്ട് പേഷ്യന്റ് സർവീസ് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ പറയുന്ന ഓരോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. എളുപ്പമാണ്. ഒന്നാമത്തെയാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഔട്ട് പേഷ്യന്റ് OPD. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ പോകുന്നു, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങി നമ്മൾ തിരിച്ചു പോകും അല്ലെ. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ. അത് തന്നെയാണ് അത്തരം ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വായിക്കാം. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് people come to the hospital only for a consultation and not admission. അഡ്മിഷന് വേണ്ടിയിട്ടാണോ വരുന്നത്? അല്ല, അഡ്മിഷന് വേണ്ടി വരുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാ? അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അല്ലെ. ഇവിടെ രോഗികൾ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ അല്ലെ. ഡോക്ടറെ കാണാൻ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകൾ വരുന്നത്. ഓക്കെ, the patients seek for medical advice and medication for them to take for a certain period of time അല്ലെ. അപ്പൊ അവിടെ വരുന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ കുറച്ച് ദിവസത്തേക്കായിട്ട് നമുക്ക് മരുന്നുകൾ എഴുതി തരികയാണ്. ഓക്കെ, പിന്നെന്താണ്? പേഷ്യൻസ് ആർ ദെൻ ആസ്ക്ഡ് ടു കം ബാക്ക് ഫോർ എ ഫോളോ അപ്പ് അല്ലെ. അതിനുശേഷം പേഷ്യൻസിനോട് ഡോക്ടർ എന്ത് പറയും? ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാൻ പറയും അല്ലെ. സാധാരണ നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ട് നമ്മളോട് പറയും അല്ലെ. ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ അതുകൊണ്ട് വന്ന് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഡോക്ടർമാരെ ആവശ്യപ്പെടും. ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അതിന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിലും പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ ഹോസ്പിറ്റൽ ദാറ്റ് ലാസ്റ്റ് ഓൺലി എ ഡേ. ഓൺലി എ ഡേ എന്ന് പറഞ്ഞാല് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അവിടെ രോഗി സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഡേ ടൈം മാത്രമാണ്, ഒരു പകൽ സമയം മാത്രമാണ് രോഗിയുടെ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ ദ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണോ? അങ്ങനെയാണോ? അല്ല അല്ലെ. എന്താണ്? ഒരു ഡേ ടൈമിൽ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുള്ളൂ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുള്ളൂ അല്ലെ. അല്ലാതെ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മളോട് പറയും എന്ന സമയത്ത് വന്നാൽ മതി ഡോക്ടറെ കാണാനായിട്ട്. ആ സമയത്ത് നമ്മൾ ഡോക്ടർ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ അല്ലെ. എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡേ ടൈമിൽ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെന്താണ്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD. അപ്പൊ നമ്മുടെ ഈ പറയുന്ന OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ്?
കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള കൺസൾട്ടേഷൻ ഡോക്ടർമാരാണ്. കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എന്താണ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ്. അവരാണ് സാധാരണയായിട്ട് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. വേറെ കൂടുതലൊന്നും അതിനകത്ത് പഠിക്കാനില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ടൈമിൽ ഒരു നിശ്ചിത സമയം വരെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ രോഗികൾ വരുന്നത് ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് അവിടെ രോഗികൾ വരുന്നത്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ടല്ല, അഡ്മിഷന് വേണ്ടിയിട്ടല്ല വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരാണ് കൈകാര്യം ചെയ്തത്? കൺസൾട്ടേഷൻ ഡോക്ടർമാരാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കാഷ്വാലിറ്റി ആണ് കേട്ടോ. കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. പഠിച്ചു വെക്കണം കേട്ടോ. കാഷ്വാലിറ്റി ഈസ് ആൾസോ നോൺ ആസ് എന്ത് അറിയപ്പെടുന്നു? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കണ്ടിട്ടില്ലേ? അത്യാഹിത വിഭാഗം അല്ലേ? പെട്ടെന്ന് എമർജൻസി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന ആളുകളെ എങ്ങോട്ടേക്കാണ് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. The department also knows the accident and emergency department. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. It handles the problem of patients who have brought by an ambulance in an emergency situation. അല്ലെ, വളരെ എമർജൻസി സിറ്റുവേഷനിൽ ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പറയുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. Okay, this department works around the clock and is equipped to deal with all kinds of emergencies. അപ്പൊ ഇത് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലില് 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. കാരണം എമർജൻസി സിറ്റുവേഷൻ ആണ്. എപ്പോ വേണമെങ്കിലും അവിടെ അങ്ങനെ പകർന്ന രാത്രി അങ്ങനെ കൂട്ടാൻ ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ആളുകളെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, എന്താ പറയാ, എല്ലാ ടൈപ്പ് ഏത് തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനും കൈകാര്യം ചെയ്യാനായിട്ട് സജ്ജമായിട്ടുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the patients are assessed according to the degree of injury or emergency and then given immediate treatment before being sent to a specialized department for the further treatment. അല്ലെ, അപ്പൊ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരുടെ ഡിസീസ് അല്ലെങ്കിൽ അവരുടെ ഇഞ്ചുറിയുടെ വ്യാപ്തിക്ക് അനുസരിച്ച് കൊണ്ട് അവർ അസസ് ചെയ്തതിന് ശേഷം അവർക്കൊരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉടനടി ട്രീറ്റ്മെന്റുകൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് അയക്കുന്നുള്ളൂ, സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അയക്കുന്നു. ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഒരാൾ വരികയാണ് അല്ലെ, നെഞ്ചുവേദനയായിട്ട് ഒരാൾ വരികയാണ്, ഉടനടി തന്നെ നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണോ അവരെ അയക്കാൻ? അല്ല, പകരം എന്താണ് അവർ കാഷ്വാലിറ്റിയിലോട്ടായിരിക്കും അവരെ കൊണ്ടുവരുന്നത് അല്ലെ. അത് ജസ്റ്റ് ECG മറ്റൊക്കെ എടുത്ത് അവർക്ക് വേണ്ട പ്രൈമറി ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് ജസ്റ്റ് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ അവരെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ പറഞ്ഞേക്കുള്ളൂ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് അയക്കുള്ളൂ അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് അവരുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക്. കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഏത് എമർജൻസി സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സജ്ജമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൃദ്രോഗ ചികിത്സയുമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. The department as the same അല്ല, നെയിം ആണ് നെയിം. The department as the name indicates deals with the problems of the human heart or circulation. നമ്മുടെ മനുഷ്യ ഹൃദയം അല്ലെ, സർക്കുലേഷൻ. നമുക്കറിയാം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ മെയിൻ ഭാഗമാണ് ആര്? ഹാർട്ട് അല്ലെ. നമ്മുടെ പമ്പിംഗ് ഓർഗൻ ആണ് ആര്? ഹാർട്ട് അല്ലെ.
ഈ പറയുന്ന ഹ്യൂമൻ ഹാർട്ടും സർക്കുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഇനി എന്താണ് കാർഡിയോളജി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്? കാർഡിയോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ diagnosis and treatment of diseases and disorders of the heart. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഹൃദയത്തിന് ഉണ്ടാവുന്ന ഈ പറയുന്ന അസുഖങ്ങള്, മറ്റെന്തെങ്കിലും തകരാറുകളൊക്കെ ഈ പറയുന്ന രോഗനിർണയം, അതിന്റെ ചികിത്സയൊക്കെ കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ ബോത്ത് ഓൺ ആൻ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ പറയുന്ന രോഗികളെ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഇപ്പൊ വളരെ സിവിയർ ആയിട്ടുള്ളൊരു എന്താ പറയാ ഹൃദയ പ്രശ്നം, ഹാർട്ട് പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ അഡ്മിറ്റ് ആക്കി തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇൻപേഷ്യന്റ് രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. വളരെ സിവിയർ ആയിട്ട് ചെസ്റ്റ് പെയിൻ വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കാർഡിയക് അറ്റാക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവരൊരിക്കലും പറഞ്ഞേക്കാൻ പറ്റില്ല. അവരെ നമുക്ക് അഡ്മിറ്റ് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് മറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അതല്ല അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചവർക്ക് പോകാറുണ്ട് അല്ലെ. ആ രീതിയിൽ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിലും ഇത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇനി നോക്കൂ, ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ട്രീറ്റ് വിത്ത് കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടോ. അതാണ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ട്രീറ്റ് വിത്ത് കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടോ. കാഡ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് കേട്ടോ. കാഡ് എന്നാണ് അതിന് ചുരുക്കി പറയും. കാഡ്, CAD, കാഡ് എന്നാണ് പറയാ കേട്ടോ. അതിന്റെ എക്സ്പാൻഷൻ ആണ് കൊറോണറി ആർട്ടറി ഡിസീസ്. പഠിച്ചു വെക്കുന്ന കേട്ടോ. ഇനി എവിടെയെങ്കിലും നിങ്ങൾ കാഡ് എന്ന് കാണുമ്പോ ഓർക്കണം അതെന്താണ്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം അതാണ് കേട്ടോ. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ്? അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, എങ്കിലും അറിഞ്ഞിരിക്കാം. കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്ന ഈ പറയുന്ന ആർട്ടറിയാണ് കേട്ടോ, ധമനിയാണ്. നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറി, ഓക്കെ, ധമനിയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. രണ്ടെണ്ണം ഉണ്ട്, റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അപ്പൊ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാവാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കൊറോണറി ആർട്ടറി ഡിസീസും ഉണ്ടാകുന്നത് കേട്ടോ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ലേ, അതേ കാരണങ്ങൾ തന്നെയാണ് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകാനായിട്ട് കാരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്താണ്, കൊളസ്ട്രോൾ പോകുന്നുണ്ട്. അവർക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അനാവശ്യമായിട്ട് വരുന്ന ഒരുപാട് ഫാറ്റ് അല്ലെ, ഈ പറയുന്ന കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കി, പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോൾ. നമ്മൾക്ക് വളരെ മോശം ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ കണ്ടന്റുകളും ഫാറ്റുകളും ഈ പറയുന്ന ബ്ലഡിനകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന കൊറോണറി ആർട്ടറിയിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഫാറ്റും ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ പോകുന്ന സമയത്ത് കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ ആർട്ടറിക്കകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഇങ്ങനെ പറ്റി പിടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പറ്റി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിങ്ങനെ പറ്റി പിടിച്ച അവസാനം ഒരു പ്ലേക്ക് പോലെ ഫോം ചെയ്യും. എന്നുവെച്ചൊരു ഒരു അട്ടി പോലെ, അതായത് ഒരു ആർട്ടറിക്കകത്ത് ഈ ഫാറ്റിങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഒരു പലക പോലെ ഒരു അട്ടി പോലെ ആവാൻ തുടങ്ങും, ഒരു പ്ലേക്ക് പോലെ ഫോം ചെയ്യും. അപ്പൊ പിന്നീട് അത് റപ്ചർ ചെയ്യാനായിട്ട് തുടങ്ങും, ഇങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസിന്റെ സിംറ്റമുകൾ വരുന്നത്, ലക്ഷണങ്ങൾ ആ സമയത്താണ് വരുന്നത്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും പറഞ്ഞാൽ നമ്മുടെ കൊറോണറി ആർട്ടറി, ഹൃദയത്തിലൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിനകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട്, കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അവിടെ എന്ത് സംഭവിക്കണം, ബ്ലോക്ക് വരികയാണ്. ആർട്ടറിക്കകത്ത് ബ്ലോക്ക് വരികയാണ്. ബ്ലോക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഹൃദയത്തിലൊക്കെ ശരിക്കും നേരിട്ട് ബ്ലഡിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റാൻ തുടങ്ങും. ഓക്കെ,
ആ സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ പറയുന്ന ഹാർട്ടിലേക്കുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ഫ്ലോ കുറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഞ്ചുവേദന അനുഭവിക്കാനായിട്ട് തുടങ്ങും. ഭയങ്കര ഒരു ശക്തമായിട്ടുള്ളൊരു സിവിയർ ആയിട്ടുള്ള ഒരു ചെസ്റ്റ് പെയിൻ നമുക്ക് അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. ആൻജിന എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻജിനയാണ്. ആൻജിന പെക്ടോറിസ് എന്നാണ് പറയുക. ആൻജിന എന്ന് പറഞ്ഞാല് ശരിക്കും നെഞ്ചു വേദനയാണ്. അതായത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ഫ്ലോ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കാണ്? നമ്മുടെ ചെസ്റ്റിൽ അനുഭവപ്പെടുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പെയിൻ ആണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത് കേട്ടോ. സംഭവം മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്ലോ കുറയുന്നത്? ഈ ആർട്ടറിക്കകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ബ്ലോക്ക് വരികയാണ് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ വരുന്ന നെഞ്ചുവേദനയാണ് ആൻജിന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതൊരു പ്രൊസീജിയർ ആണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ബൈപ്പാസ് സർജറി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് കേട്ടോ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. എന്താണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസ് സർജറിയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയില് ഒരു മരം വീഴാന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയില് ഒരു മരം വീഴാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ആ മരം വീട് എടുക്കണ അതുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്താൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയൊക്കെ വേറെ ഏതെങ്കിലും വഴിയൊക്കെ വളഞ്ഞ വഴിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തും അല്ലെ? അത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ഫ്ലോ കുറയുമ്പോ, അവിടെ ബ്ലോക്ക് വരുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ബ്ലോക്ക് വരുമ്പോ അവിടുത്തെ ഫ്ലോ കുറയാണ്. ആ ബ്ലഡിനെ അങ്ങോട്ട് ഹൃദയത്തിലോട്ട് എത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു ബ്ലോക്ക് നമുക്ക് ബൈപ്പാസ് ചെയ്ത് വിടും അല്ലെ? ബൈപ്പാസ് ചെയ്ത് റീറൂട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ തിരിച്ച് എങ്ങോട്ടേക്ക് നമ്മുടെ എത്തണം? നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കണം അല്ലെ? അതാണ് ഈ പറയുന്ന ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും സംഭവിക്കും? ഓടിപ്പോയി നമ്മൾ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ചെയ്യല്ല ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ ബ്ലോക്ക് വരുമല്ലോ. അപ്പൊ ബ്ലോക്ക് വരുമ്പോ ഡോക്ടേഴ്സ് എന്താ പറയുക? നമ്മുടെ അടുത്ത് ആൻജിയോഗ്രാം ചെയ്യാൻ പറയും അല്ലെ? ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പറയും. നമ്മള് വീട്ടിലേക്ക് പോണ വഴിയില് മരം വീണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മരം വേണമെങ്കിൽ എടുത്ത് മുറിച്ച് മാറ്റാം. മരം എടുത്ത് നമുക്ക് മാറ്റാം. എന്തുപോലെ ബ്ലോക്ക് വരുമ്പോ ഡോക്ടേഴ്സ് ആദ്യം എന്താ പറയാ? ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പറയും അല്ലെ? ആൻജിയോഗ്രാം ചെയ്യുമ്പോ അവരെന്ത് ചെയ്യും? ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ നമുക്ക് പതുക്കെ ഒതുക്കി മാറ്റി കഴിഞ്ഞാല് നമുക്ക് ബ്ലഡിന് സുഖമായിട്ട് ഹാർട്ടിലോട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അപ്പം ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ പറയും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവർ പറയും ഒരു സ്റ്റണ്ട് ഒക്കെ വെച്ചിട്ട് ഡയലേറ്റ് ചെയ്ത് വിടും. ഓക്കെ, ഡയലേറ്റ് ചെയ്ത് ജസ്റ്റ് ആ ബ്ലോക്കിനെ ഒന്ന് പതുക്കെ ഒതുക്കി മാറ്റി കഴിഞ്ഞാൽ അതിലൂടെ ബ്ലഡിന് സുഖമായിട്ട് ഹാർട്ടിലോട്ട് എത്താൻ പറ്റും. അതാണ് സാധാരണ രീതിയിൽ ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്യുക ഡോക്ടേഴ്സ്. പക്ഷെ ചില കേസില് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഒക്കെ വരികയെന്ന് വിചാരിക്കുന്നത് കൂടുതൽ ബ്ലോക്കുകൾ വരികയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റാത്ത ചില ഏരിയയിലാണ്, ചില എന്താ പറയുക കോർണറിലോ അങ്ങനെയൊക്കെയുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ പിന്നെ എന്തേ മാർഗമുള്ളൂ? നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ആ ബ്ലഡിനെ തിരിച്ച് നമുക്ക് എത്തിക്കണം. എവിടേക്ക് എത്തിക്കണം? ഹാർട്ടിലോട്ട് എത്തിക്കണം അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തുള്ള ആർട്ടറിയെ ഈ ബ്ലോക്ക് വന്നിട്ടുള്ള ആർട്ടറിയോട് അറ്റാച്ച് ചെയ്തിട്ട് അതിലോട് മുകളിലായിട്ടോ താഴെയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്ത് നമ്മൾ സർജറി ചെയ്യാണ്. ബൈപ്പാസ് സർജറി ബൈപ്പാസ് ചെയ്യണം. ആ ബ്ലോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഈ പുതിയ ആർട്ടറിയിലൂടെ നമ്മൾ വെച്ചു പിടിപ്പിക്കുന്ന ഈ ആർട്ടറിയിലൂടെ കടത്തി എങ്ങോട്ടേക്ക് വിടുകയാണ്? നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുകയാണ് കേട്ടോ. അതെ, ഗ്രാഫ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്നാണ് പറയുക കേട്ടോ. അതായത് പുതിയ ബ്ലഡ് വെസലിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രൊസീജിയറുകളൊക്കെ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കാഡിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ്. അടുത്തത് പറയുന്നത് കാർഡിയോ വാസ്കുലർ സർജറി ദാറ്റ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. അറിയാലോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ഹാർട്ടും മറ്റുള്ള ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ട സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നതാണ്. അതിന് ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലാർ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്? കാർഡിയാക് സർജറി ഇൻവോൾവ്സ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ബൈപ്പാസ് സർജറീസ്. നമ്മൾ പറഞ്ഞ ബൈപ്പാസ് സർജറിയുടെ വാൽവ് റിപ്പയറിൽ എനിക്കറിയാം നമ്മുടെ ഹൃദയത്തില് വാൽവുകളൊക്കെ ഉണ്ട് അല്ലെ? ഈ പറയുന്ന ഫ്ലോയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നല്ല വാൽവുകളൊക്കെ ഉണ്ട്. ഈ വാൽവുകൾ റിപ്പയർ ചെയ്യുന്നു. വാൽവ് റീപ്ലേസ്മെന്റ് അല്ലെ? വാൽവ് റീപ്ലേസ്മെന്റ് സർജറികളൊക്കെ നടത്തുന്നു.
സർജറി ഫോർ ദ കൺജെനിറ്റൽ ഡിഫക്റ്റ് കേട്ടോ. കൺജെനിറ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ആണ് കേട്ടോ. ബൈ ബർത്തിലെ നമുക്ക് ജന്മനാ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാകും. ദാറ്റ് മീൻസ് ജന്മനാ ഉണ്ടാകുന്ന ഹൃദയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ളതിന്റെയൊക്കെ സർജറികള് അപ്പൊ നമുക്ക് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. പിന്നെ വാസ്കുലർ, എന്താണ് വാസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ്കുലർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽ. അപ്പൊ വാസ്കുലർ എന്ന് കേട്ട് കഴിഞ്ഞാല് അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്ലഡ് വെസൽസുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. രക്തക്കുഴലുകളാണ് കേട്ടോ വാസ്കുലർ വെസൽസ് നോക്കാൻ മതി കേട്ടോ. ദാറ്റ് ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, പിന്നെ നോക്കൂ, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ്, അതുപോലെ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഇസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ അല്ലെ, പേസ് മേക്കർ എന്ന് കേട്ടില്ലേ? പേസ് മേക്കർ ഘടിപ്പിക്കുക, അതൊരു ഡിവൈസ് ആണ് കേട്ടോ. നമ്മുടെ ഹൃദയ സ്പന്ദനം, നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് പേസ് മേക്കർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നടത്തുന്നത്. അപ്പൊ ഓൾറെഡി ഒരു പേസ് മേക്കർ ഉണ്ട്. പേസ് എന്ന് പറഞ്ഞ വേഗത എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ബീറ്റ് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പൊ അത്തരം പേസ് മേക്കർ ഇംപ്ലാന്റേഷനും ട്രീറ്റ്മെന്റുകളും. പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പൊ ഏതൊന്നും കേട്ട് പേടിക്കേണ്ട. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്കിനെ തന്നെ പറയുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിന്റെ ട്രീറ്റ്മെന്റുകളും ഏത് ഡിപ്പാർട്ട്മെന്റിനായിട്ടാണ് ചെയ്യുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? കേട്ടോ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹൃദയ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഏറ്റവും ബിഗസ്റ്റ് ഏരിയ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കാഡ് എന്നാണ് പറയാ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആൻജിന എന്ന് പറയുന്നത്. ആൻജിന എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദനയാണ്. കാരണം ബ്ലഡ് ബ്ലോക്ക് വരുമ്പോ ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലം നമുക്ക് അനുഭവപ്പെടുന്ന അശക്തമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. പിന്നെ വെൽക്കാസ്റ്റാഫിങ്, ഇത്തരത്തിലുള്ള എന്താ പറയുക കാർഡിയോ റിപ്പയറിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ, ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ട്യൂബ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ട്യൂബാണ്, ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്നുള്ള അർത്ഥമാണ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മറ്റേതെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തുള്ള ആർട്ടറിനെ നമ്മൾ അതിനോടുകൂടി അറ്റാച്ച് ചെയ്യണം. ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറയാം കേട്ടോ. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, കൊറോണറി ആർട്ടറി ഡിസീസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പൊ അത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു ഹാർട്ട് ഡിസീസ് ആണെന്നൊക്കെ നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സിമ്പിൾ ആണ്. അടുത്തതാണ് അനസ്തേഷ്യോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഏത് സമയത്താണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? ഇപ്പോഴാണ് കൊടുക്കാം പറഞ്ഞേ. എപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? സർജറിയുടെ സമയത്താണ് അല്ലെ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഓക്കെ, അത് തന്നെ കേട്ടോ. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറി. സാധാരണ നമ്മള് സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് കൊടുക്കും, അനസ്തേഷ്യ കൊടുക്കും. പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. മറ്റുള്ളവരെല്ലാം കൊടുക്കുന്നത് അനസ്തേഷ്യ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ട്, അവരാണത് കൊടുക്കുന്നത് കേട്ടോ. അനസ്തേഷ്യോളജി അഡ്മിനിസ്റ്റർ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് അനസ്തേഷ്യകളാണ് പഠിക്കാനായിട്ട് കേട്ടോ. ഏതൊക്കെയാണ് 3 ടൈപ്പ്? ഒന്ന് ജനറൽ അനസ്തേഷ്യ, ഓക്കെ. രണ്ടാമത്തത് ലോക്കൽ അനസ്തേഷ്യ. മൂന്നാമത്തത് റീജിയണൽ അനസ്തേഷ്യ. ഇതൊക്കെയാണ് 3 ടൈപ്പ് അനസ്തേഷ്യകള്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ കേട്ടോ. എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ജനറൽ അനസ്തേഷ്യ ആണ് കേട്ടോ. General anesthesia is a medicine that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. അല്ലെ, എങ്ങനെയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ മാസ്ക് മുഖേനയായിരിക്കും കൊടുക്കുന്നത് അല്ലെ. അല്ലെങ്കിലോ IV കാനുല വഴി അല്ലെ.
IV കാനുല, നമ്മുടെ കയ്യിൽ കാനുല വെക്കില്ലേ, അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാനുല വെക്കുക. IV ആണ് അല്ലെ, ഇൻട്രാവെനസ് ആണ്, ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ ആണ് അല്ലെ, നമ്മൾ നേരിട്ട് വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. കാനുല വെക്കില്ലേ നമ്മുടെ കയ്യിൽ. ഓക്കെ, അല്ലെങ്കിൽ IV കാനുല വഴിയായിട്ട് അല്ലെങ്കിൽ മാസ്ക് വഴിയായിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ പറയുന്ന അനസ്തേഷ്യ മെഡിസിൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അതില് കൊടുക്കണമെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അനസ്തേഷ്യ അഡ്മിറ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, ഇൻപേഷ്യന്റ് ആവുന്ന ഇവിടെ അഡ്മിറ്റ് ആവുന്നത് അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, ആ രീതിയിൽ നോക്കല്ലേ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഏതായി, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പറയാനായിട്ട്. ഓക്കെ, ഇൻപേഷ്യന്റ് സർവീസസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്, അഡ്മിറ്റ് ആവുമ്പോൾ കൊടുക്കുന്ന സർവീസുകൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇൻപേഷ്യന്റ് സർവീസസ് പഠിക്കുന്നത്. ഓക്കെ, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ സർജറി അല്ലേ, അപ്പൊ സർജറി ചെയ്യണമെങ്കിൽ അഡ്മിറ്റ് ആവണം, ഇൻപേഷ്യന്റ് ആയി മാറി. അങ്ങനെ കൂടുതൽ ചിന്തിക്കേണ്ട. ഓക്കെ, ഇത് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അനസ്തേഷ്യ പറഞ്ഞു വന്നത് ജനറൽ അനസ്തേഷ്യനെ പറ്റിയിട്ടാണ്. അപ്പൊ ജനറൽ അനസ്തേഷ്യ ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് മാസ്ക് മുഖേന അല്ലെങ്കിൽ IV കാനുല വഴിയായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, അനസ്തേഷ്യ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, while the anesthesia is working the patient will become unconscious. അല്ലെ, ജനറൽ അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താണ്, ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോ തന്നെ പേഷ്യന്റ് എന്താകാണ്, become അൺകോൺഷ്യസ് ആകാണ് അല്ലെ, അബോധാവസ്ഥയിലോട്ട് മാറുകയാണ്. കാര്യം ജനറൽ അനസ്തേഷ്യ മൊത്തമായിട്ടും അനസ്തേഷ്യ കൊടുക്കുമ്പോൾ പേഷ്യന്റ് എന്തിലോട്ട് പോവാണ്, ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോവാണ് കേട്ടോ. സ്ലീപ്പിംഗ് മോഡിലോട്ടാണ് അവിടെ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ ജനറൽ അനസ്തേഷ്യ എന്താണ്? അപ്പൊ സാധാരണ നമ്മള് വലിയ വലിയ സർജറികളൊക്കെ ചെയ്യില്ലേ, ഹാർട്ട് സർജറി മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനസ്തേഷ്യ കൊടുക്കാം, ജനറൽ അനസ്തേഷ്യയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അടുത്ത് വരുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ പേര് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ലോക്കൽ അനസ്തേഷ്യ ദാറ്റ് ബ്ലോക്സ് ദ സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ് അല്ലെ, അതായത് നമ്മൾ വളരെ ചെറിയ ഏരിയയിലേക്ക് സെൻസേഷന് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. സാധാരണ ലോക്കൽ അനസ്തേഷ്യ ആരാണ് കൊടുക്കാന്ന് പറയുന്നത്, ഡെന്റിസ്റ്റുകൾ അല്ലെ. നമ്മള് പൊതുവെ കുട്ടനാലോ അങ്ങനെ ചെറിയ മൈനർ ഡെന്റൽ റീസ്റ്റോറേഷൻ കുഞ്ഞു കുഞ്ഞു സർജറികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ കൊടുക്കുക, ലോക്കൽ അനസ്തേഷ്യയാണ് കൊടുക്കുന്നത് അല്ലെ. ചെറിയ ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ സെൻസേഷൻ മാത്രമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, ഡെന്റിസ്റ്റ് യൂസ് ലോക്കൽ അനസ്തേഷ്യ ഓർഗൻസ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ഡെന്റൽ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്ത് അനസ്തേഷ്യയാണ്, ലോക്കൽ അനസ്തേഷ്യയാണ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് അനസ്തേഷ്യയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് അനസ്തേഷ്യയാണ്, ലോക്കൽ അനസ്തേഷ്യയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിന്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. അടുത്തതാണ് റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിലുണ്ട്, പെർട്ടിക്കുലർ റീജിയൻ, കുറച്ചും കൂടെ ഒരു ലാർജർ ഏരിയയിലായിട്ടാണ് നമ്മൾ ആ ഒരു അനസ്തേഷ്യ കൊടുക്കുക. പൊതുവെ എവിടെ കൊടുക്കുക, സിസേറിയൻ സെക്ഷൻസിനാണ് കൊടുക്കുക കേട്ടോ. സിസേറിയൻ സെക്ഷൻസിന് നമ്മൾ കൊടുക്കുന്നത് റീജിയണൽ അനസ്തേഷ്യയാണ് കേട്ടോ. റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. നംസ് എന്ന് പറഞ്ഞ മരവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നംസ് മീൻസ് മരവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഒരു സ്പെസിഫിക് പോർഷൻ, ഒരു പ്രത്യേക ഒരു കുറച്ചും കൂടി ഒരു ലാർജർ ഏരിയയിലെ എന്താണ് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ. നമ്മൾ പൊതുവെ സിസേറിയൻ സെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇതിലൂടെയാണ്, റീജിയണൽ അനസ്തേഷ്യയിലൂടെയാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, പേഷ്യന്റ് പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലായിരിക്കും കേട്ടോ. അവർക്ക് ബോധം ഉണ്ടായിരിക്കും, കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ എന്ത് മാത്രം അവർ അറിയുന്നുണ്ടാവില്ല, പെയിൻ മാത്രം അവർ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും, പക്ഷെ എന്ത് മാത്രം അറിയുന്നുണ്ടാവില്ല, പെയിൻ മാത്രം അവർ അറിയുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞതിനകത്ത് ജനറൽ അനസ്തേഷ്യയിൽ മാത്രമാണ് രോഗി പൂർണ്ണമായിട്ടും എന്താവുന്നത്, അൺകോൺഷ്യസ് ആവുന്നത് കേട്ടോ. അത് ഫുള്ളായിട്ടൊരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകുന്നത് ജനറൽ അനസ്തേഷ്യക്കകത്താണ് കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ ആരാണ് ഉപയോഗിക്കുന്നത്, ഡെന്റിസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
റീജിയണൽ അനസ്തേഷ്യ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സെറിയൻ സെക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഏത് അനസ്തേഷ്യ ഉപയോഗിച്ചിട്ടാണ്? റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ഡ്യൂറിംഗ് ദി സർജറി, അത് തന്നെ സി സെക്ഷനിലാണ് കേട്ടോ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഡ്യൂറിംഗ് ദി സർജറി the anesthesiologist will monitor the patient's blood pressure, heart rhythm, temperature, level of consciousness and amount of oxygen in the blood. അറിയാലോ, ഇത് സാധാരണ നമ്മള് സർജറി സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന രോഗിയുടെ ബ്ലഡ് പ്രഷർ, അവരുടെ ഹാർട്ട് റിതം, ടെമ്പറേച്ചർ, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, അവരുടെ ബോഡിയിലുള്ള ഓക്സിജന്റെ ആ ഒരു എമൗണ്ട് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അല്ലാണ്ട് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് അനസ്തേഷ്യ കൊടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. ആ സർജറിയുടെ സമയത്ത് ആ ഒരു എന്താ പറയുക, പേഷ്യന്റിന്റെ കണ്ടീഷൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അനസ്തേഷ്യ 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ജനറൽ അനസ്തേഷ്യ, അതുപോലെ തന്നെ ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, ഇങ്ങനെയാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ത്രൂ മാസ്ക്, മാസ്ക് മുഖേന അല്ലെങ്കിൽ ID കാർഡ് വഴിയാണ് കൊടുക്കുന്നത്. പൊതുവെ ഒട്ടുമിക്ക മേജർ ഓപ്പറേഷൻസുകളും നമ്മൾ നടത്തുന്നത് ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ലോക്കൽ അനസ്തേഷ്യ ആരോ ഉപയോഗിക്കുന്നത്? ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ലോക്കൽ അനസ്തേഷ്യ ആണ്. അത് നമ്മുടെ ബോഡിയുടെ ചെറിയൊരു ഭാഗത്തേക്ക് സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ലോക്കൽ അനസ്തേഷ്യ ആണ്. റീജിയണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി റീജിയനെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഏതാണ്? സി സെക്ഷൻ കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് അത് പഠിച്ചു. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ ഇത്? നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കേട്ടോ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ്, അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം തീവ്ര പരിചരണ വിഭാഗം, ICU അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് is a specialty that cares for the patients with the acute life-threatening illness. അല്ലെ, എങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്? ഇങ്ങനെയുള്ള രോഗികൾ വളരെ സിവിയർ ആയിട്ടുള്ള അല്ലെ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റില് ട്രീറ്റ്മെന്റ് പരിചരണം കൊടുക്കുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കൊടുക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ആളുകളെയാണ്. ക്രിട്ടിക്കൽ കെയർ ഇസ് ഡെലിവേർഡ് ത്രൂ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, also known as intensive treatment unit അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കേട്ടോ. പറയുന്ന പേരുകളൊക്കെ പറയും. ഇന്റൻസീവ് കെയർ ആണ് കൊടുക്കുന്നത് അല്ലെ, അത്രയും തീവ്രമായിട്ടുള്ള ഒരു പരിചരണമാണ് നമുക്ക് കൊടുക്കുന്നത്. മറ്റൊരു പേരെന്താണ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. കാര്യം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മളൊക്കെ പരിചരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ICU ഒക്കെ നമുക്ക് പ്രത്യേകം ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ജനറൽ ഐഡിയ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒത്തിരി ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു ഐഡിയ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, patients are usually transferred to ICU after the initial stabilization at the emergency room, operation theatre or recovery room. Okay, അപ്പൊ നമ്മള് എന്താ ഈ പറയുന്ന പേഷ്യൻസിന് പൊതുവെ നമ്മളിപ്പോ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യന്റ് ആണെങ്കിൽ അവർ നമ്മൾ എവിടേക്കാ മാറ്റാം? ഉടനെ വാർഡിലോട്ടോ റൂമിലോട്ടാണോ മാറ്റാം? അല്ല, എവിടേക്കാ മാറ്റി? നമ്മള് ICUവിലോട്ടാണ് അവിടെ മാറ്റുന്നത്. അവർക്ക് ഇന്റൻസീവ് കെയർ ആണ് അവിടെ ആവശ്യം. അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു എമർജൻസി റൂമിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സർജിക്കൽ റൂമിൽ നിന്ന് സർജറിക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു റിക്കവറി റൂമിൽ നിന്ന് പേഷ്യന്റിനെ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിനു ശേഷം, ഇനീഷ്യൽ സ്റ്റെബിലൈസേഷന് ശേഷം മാത്രമേ രോഗിയെ നമ്മൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ICUവിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം, certain patients need to be isolated and they need the close and individual medical attention. The ICU has very few beds and need the close. ICU has very few beds and is usually handled by specialist doctors and nurses as well as a consultant anesthetists, physiotherapist and dietitian. അപ്പൊ ICU എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ബെഡുകൾ ഉണ്ടായിരിക്കും ഇല്ല, വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. എത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ മാത്രം പരിചരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ICU ഉണ്ടാകുന്നത്. അവിടെ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മാത്രമല്ല, ICU എന്ന് പറയുന്നത് അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ഒരു വലിയൊരു ടീം തന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും,
കൺസൾട്ടന്റ് അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് അങ്ങനെ നമ്മളിപ്പോ പേഷ്യന്റിന് കൊടുക്കുന്ന അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ആണ്. അപ്പൊ എല്ലാ ഹെൽത്ത് പ്രൊഫഷണലിന്റെയും ഒരു ആവശ്യം നമുക്ക് അവിടെ വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്, ICU ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യും. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ശരി. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും ബോറടി ഇല്ലാത്ത ആൾക്കാരാണല്ലേ? ശരി, കുഴപ്പമില്ല. സാധാരണ ഈ സമയം ബോറടിക്കാന്ന് ചോദിച്ചോക്കാം. അടുത്തതാണ് ഡെർമറ്റോളജി കേട്ടോ. ഡെർമറ്റോളജി നിങ്ങൾ പറഞ്ഞതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കിന്ന് അല്ലെ. സ്കിന്ന് മാത്രമല്ല കേട്ടോ, സ്കിന്ന്, ഹെയർ, അതുപോലെ തന്നെ നെയില് കേട്ടോ. നമ്മുടെ നഖം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. ഡെർമറ്റോളജി ഈസ് the science that deals with the diagnosis and the treatment of diseases of the skin, hair and nails. Okay, underline ചെയ്തു വെക്കണേ ടെക്സ്റ്റ് ഉള്ളവര്. അതായത് നമ്മുടെ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്താണ് അപ്പൊ നോക്കുക, അതായത് നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ, നെയിൽസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗനിർണയം, അതിന്റെ ചികിത്സ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. സ്കിന്ന് മാത്രമല്ല കേട്ടോ, ഹെയർ, നെയില് അങ്ങനെയുള്ള ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. നോക്കുക, it offers a specialized treatment for all clinical general dermatological problems, including the disorders of the skin, hair and nails, and venereal diseases, and also advanced cosmetic dermatology services. പറഞ്ഞാല് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് പൊതുവെയുള്ള ജനറൽ ആയിട്ടുള്ള എല്ലാ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസുകളും പറഞ്ഞില്ലേ, സ്കിന്ന്, ഹെയർ, നെയിൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പൊതുവെയുള്ള എല്ലാ ഡെർമറ്റോളജി, അതുകൂടാതെ കുറെ ഈ പറയുന്ന വെനേറിയൽ ഡിസീസ്, വെനേറിയൽ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ലൈംഗിക രോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലൈംഗിക രോഗങ്ങളെയാണ് വെനേറിയൽ ഡിസീസസ് എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുകൂടാതെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങൾ, ഇപ്പൊ കൂടുതൽ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. കോസ്മെറ്റിക് ആയിട്ടുള്ള ഡെർമറ്റോളജി സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ് നോക്കി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങൾ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഫോർ ദ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് ആക്നെ. ആക്നെ എന്ന് പറഞ്ഞാൽ എന്താ? ആക്നെ എന്താണ്? പാടുകളാണ് കേട്ടോ. എന്താണ്? പാടുകൾ. പാടല്ല, സോറി, പിമ്പിൾസ്. അതെ, കറക്റ്റ്, മാറിപ്പോയതാണ്. ആക്നെ, പിമ്പിൾസ് കേട്ടോ. മുഖക്കുരു വരില്ല, നിങ്ങൾ പരസ്യത്തിലൊക്കെ കണ്ടെത്തി, ഫേസ് വാഷിലൊക്കെ പരസ്യത്തിൽ കണ്ടില്ലേ, ആക്നെ, പിമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം കേട്ടോ. അതായത് മുഖക്കുരുവാണ്. സ്കാർ ആണ് കേട്ടോ, പാടുകൾ. സ്കാർ എന്ന് പറഞ്ഞാല് പാടുകളാണ്. പിന്നെ പിഗ്മെന്റേഷൻ പ്രോബ്ലംസ്, ചില ആളുകൾക്ക് അങ്ങനെ വരാറുണ്ട് അല്ലെ, പിഗ്മെന്റേഷൻ പ്രോബ്ലംസ്. ഓക്കെ, അതായത് ഈ പറയുന്ന സ്കിന്നിന്റെ കളറിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെ, പിഗ്മെന്റേഷൻ പ്രോബ്ലംസ്. ഈ മെലാനിന്റെ, നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് മെലാനിൻ എന്ന് പറയുന്നത്. അതിന്റെ വാരിയേഷനൊക്കെ കാരണം കൊണ്ട് വരുന്ന ഒരു സംഭവമാണ് പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് കേട്ടോ. അതിനെയാണ് ഋഷി. മെലാനിനാണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. അതിന്റെ കുറവ് മൂലമൊക്കെ നമ്മുടെ സ്കിന്നിന് പല സ്ഥലത്തും പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങള്. വിറ്റിലിഗോ, വിറ്റിലിഗോ എന്ന് പറഞ്ഞാല് വെള്ളപ്പാണ്ടാണ് കേട്ടോ. വെള്ളപ്പാണ്ട് പാരമ്പര്യമൊക്കെ ആയിട്ട് ജനിക്കുന്നതായിട്ടൊക്കെ വരുന്ന ഒരു അസുഖമാണ് കേട്ടോ, വിറ്റിലിഗോ കേട്ടോ, വെള്ളപ്പാണ്ട്. നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെക്കണം കേട്ടോ. അറിയുന്നവർ എഴുതണ്ട, അറിയാത്തവര് എഴുതി വെച്ചോ കേട്ടോ. പിന്നീട് വായിക്കുമ്പോൾ സംശയം തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ വരുന്നത് ഹെയറുമായിട്ട് ബന്ധപ്പെട്ടത്, ഹെയർ ലോസ്, ഹെയർ ഫോള്, പിന്നെ അൺവാണ്ടഡ് ഹെയർ, അനാവശ്യ രോഗങ്ങള്, മോൾസ്. മോൾസ് എന്ന് വെച്ചാൽ അറിയാലോ, മരുന്നുകളാണ് കേട്ടോ. പിന്നെ വാട്സ്, വാട്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, അനിമ്പാറ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എങ്ങനെയാ പറയണ എനിക്കറിയില്ല. അനിമ്പാറ അറിയില്ലേ ആ സംഭവം? അറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? വാട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ റിംഗ്ലിംഗ്. റിംഗ്ലിംഗ് എന്താണ്? മുഖത്തുണ്ടാവുന്ന ചുളിവുകള്. ഓക്കെ, ചുളിവുകള്. പിന്നെ ഏജിങ് സ്കിൻ കേട്ടോ, അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ
പെട്ടെന്ന് പ്രായം വരുന്ന കേസ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങളാണ് കേട്ടോ. ഇത്തരത്തിലുള്ള സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, കൂടുതലും ഇൻഫിനിറ്റ് സ്റ്റാറുകൾ അതൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. ഇത്തരത്തിലുള്ള ഡെർമറ്റോളജിക്കൽ സേവനങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് കോസ്മെറ്റിക് ആണ് ശരിക്കും. കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെയാണോ? മനസ്സിലായില്ലേ? അപ്പം ഇതിലേതെങ്കിലും ഇതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പറയണോ കേട്ടോ. ആക്നെ എന്ന് പറഞ്ഞാൽ പിമ്പിൾസ് ആണ്, മുഖക്കുരു ആണ് കേട്ടോ. സാറ് മുഖത്ത് വരുന്ന പാടുകളാണ്. പിന്നെ വിറ്റിലിഗോ വെള്ളപ്പാട് കേട്ടോ. ഓക്കെ, മോൾസ് പിന്നെ മറക്കുകളാണ്, വാട്സാഗിബാറ എന്നൊക്കെ പറയും. ഓക്കെ, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി അല്ലാണ്ട് അത് വേറെ നമുക്ക് പഠിക്കാൻ കേട്ടോ. പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിനകത്തും ഇതൊക്കെ വരും. കാരണം ഇതൊക്കെ ഒരു കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മുഖത്തെ പാടുകൾ മാറ്റി കളർ കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ കോസ്മെറ്റിക് സർജറിയിൽ വരുന്നത്. സർജറി വേണ്ട എങ്കിലും ആ ഒരു വിഭാഗത്തിലൊക്കെ വരും കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ENT ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ENT ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട് കേട്ടോ. ENT ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, വിറ്റിലിഗോ എന്ന് പറഞ്ഞ വെള്ളപ്പാണ്ട് കേട്ടോ. വെള്ളപ്പാണ്ടാണ് കേട്ടോ. അടുത്തതാണ് ENT ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വായിക്കാം. As the name indicates, this department deals with the ailments concerned with the ear, nose and throat. ഓക്കെ, അറിയാലോ ENT ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ചെവി, അതുപോലെ നമ്മുടെ മൂക്ക്, നമ്മുടെ ത്രോട്ട്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, a doctor who is trained in the medical and surgical treatment of the ears, nose, throat and the related structures of the head and the neck is generally referred to an ENT surgeon or ENT specialist or otolaryngologist കേട്ടോ. അപ്പൊ നമ്മൾ അറിയാലോ ഈ പറയുന്ന നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട്, അത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹെഡ്, ത്രോട്ടുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഹെഡ്, നമ്മുടെ നെക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വേറൊരു പേര് കൂടിയിട്ട് ഓട്ടോലാരിംഗോളജിസ്റ്റ്, അങ്ങനെ നമ്മൾ പറയാറില്ല അല്ലെ. നമ്മൾ ENT സ്പെഷ്യലിസ്റ്റ് എന്നല്ലേ നമ്മൾ പറയാറ്. വേറൊരു പേര് കൂടി കേട്ടോ, ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്നാണല്ലോ. ഓട്ടോളജിനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഓട്ടോളജി കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓട്ടോലാരിംഗോളജിസ്റ്റ്. ലാരിങ്സ് എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ വോയിസ് ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ വോയിസ് ബോക്സ് ആണ്, നമ്മുടെ ശബ്ദം വരുന്ന ഭാഗമാണ്, ത്രോട്ടിന്റെ ഭാഗമാണ് കേട്ടോ. ഇതിലെ നമുക്ക് ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്ന് പറയാം. പെട്ടെന്ന് ആ പേരിട്ട് ഇതാരാണെന്നൊന്ന് വിചാരിക്കരുത്. നമ്മുടെ ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പേരാണ് കേട്ടോ, ഓട്ടോലാരിംഗോളജിസ്റ്റ്. ഇനി അടുത്തത് അതന്നെ വോക്കൽ ബോക്സ് കേട്ടോ. എന്തുകൊണ്ടാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പാർട്സുകൾ അവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ചില ഓർഗൻസുകൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. കാര്യം എന്താ അറിയോ, ക്വസ്റ്റ്യൻ എടുത്ത് ചിലപ്പോൾ ഏതെങ്കിലും ബോഡി പാർട്ട് തന്നിട്ട് ഈ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകള് അല്ലെങ്കിൽ രോഗനിർണയം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമുക്കത് എന്താണെന്ന് അറിയണം. ഏത് ഭാഗത്താണ് വരുന്നത് എന്നത് നമുക്ക് അറിയണം കേട്ടോ. അതാണ്. അപ്പൊ നോക്കിയത് പാർട്സ് കവേർഡ് അണ്ടർ ദി സ്പെഷ്യാലിറ്റി ഇൻക്ലൂഡ്സ്. ഏതൊക്കെ ഭാഗങ്ങളാ നമുക്കറിയാം. ENT എന്ന് പറയുന്ന ഇയർ വരും, നോസ് വരും, നേസൽ പാസേജ് കേട്ടോ, നമ്മുടെ മുക്കിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സൈനസസ്. സൈനസസ് എന്നൊക്കെ സൈനസൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ ഈ മൂക്കില്, നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗങ്ങളിലെ ഇവിടെ ഒരു ഒത്തിരി കൊള്ളയായിട്ടുള്ള ഭാഗം, ഈ ഭാഗമാണ് സൈനസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മൂക്കിന്റെ നെറ്റിയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഒത്തിരി കൊള്ളയായിട്ടുള്ള ഭാഗമാണ്. അതിനെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത്. അവിടെ എയർ ക്യാവിറ്റിയാണ്, കൊള്ളയായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ ഈ പറയുന്ന മ്യൂക്കസ് ഒക്കെ വന്ന് നിറയുമ്പോഴാണ് നമുക്ക് സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അത് സൈനസ്. പിന്നെ ലാരിങ്സ്. ലാരിങ്സ് എന്താണ്? റോഷിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വോയിസ് ബോക്സ് അല്ലെ, നമ്മുടെ ശബ്ദം, നമ്മുടെ എന്താ പറയാ സ്വനതന്തുക്കളൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് കേട്ടോ ലാരിങ്സ് എന്ന് പറയുന്നത്. ദെൻ ഓറൽ ക്യാവിറ്റി. ഓക്കെ, ഓറൽ ക്യാവിറ്റി നമ്മുടെ വായുടെ ഭാഗമാണ്. മൗത്ത് ആൻഡ് ത്രോട്ട്. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ദ സ്ട്രക്ചർ ഓഫ് ദ
നെക്ക് ആൻഡ് ഫേസ് കേട്ടോ. നമ്മുടെ നെക്ക്, നമ്മുടെ ഫേസിന്റെ ഭാഗങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് എ വെറൈറ്റി ഓഫ് എയിൽമെന്റ്. എയിൽമെന്റിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കേട്ടോ, ഡിസീസ് എന്നാണ് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പൊതുവെ കൈകാര്യം ചെയ്തത്? കുറച്ച് കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം കേട്ടോ. ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസ്. പൊതുവായിട്ട് നമുക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഇയർ, നോസ്, ത്രോട്ട് രോഗങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ENT എടുത്താണ് അല്ലെ, ENT ഡോക്ടർ എടുത്താണ് പോവുക. നെക്ക് ലംസ്. ലംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴകളാണ് കേട്ടോ, മുഴകളാണ്. നെക്ക് ലംസ് നമ്മുടെ ഈ പറയുന്ന കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന മുഴകൾ കേട്ടോ. അല്ല ഓറൽ കാവിറ്റി എന്ന് പറയുന്നതും നമ്മുടെ ENT-യിൽ വരും കേട്ടോ. മൗത്തിന്റെ ഭാഗം അല്ലേ, ഇതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താണ്? നെക്ക് ലെൻസ് കേട്ടോ. പിന്നെ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ കേട്ടോ. നമ്മുടെ നെക്ക്, ഹെഡിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന ക്യാൻസറുകൾ അതൊക്കെ ENT ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ചില ഏരിയകള് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്ഷൻ വരും കേട്ടോ. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ക്യാൻസർ ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. പിന്നെ ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് ഉണ്ട്. ടിയർ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ചോദ്യം നിങ്ങൾ ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ അത് ഒഫ്താൽമോളജിയിൽ തന്നെ വരാം, അങ്ങനെയും നിങ്ങൾ ചോദിക്കാം. അങ്ങനെ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് കേട്ടോ, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അടുത്തത് ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് കേട്ടോ. അറിയാലോ, ഈ ഒരു ബാലൻസിങ്ങിന്റെ പ്രശ്നമൊക്കെ ധാരാളമായിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോഴും ഭയങ്കരമായിട്ട് തലയൊക്കെ കറങ്ങും, നമുക്ക് മൊത്തം ഇങ്ങനെ കറങ്ങണ പോലെ ഒരു ഫീലിംഗ് ആണ്, ഛർദ്ദിക്കാനൊക്കെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ബാലൻസിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ചെവി. ഓക്കെ, നമ്മുടെ ഇയർ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി തകരാറുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ സ്നോറിങ് അല്ലെ, കുറുക്കമ്പലിയുടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഈ നോസിന്റെ പുറകില് റെനിനോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. അതിങ്ങനെ വല്ലാതെ വളർന്നൊക്കെ വരുന്ന, ശരിക്കും ചുരുങ്ങി പോകും, പക്ഷെ ചിലർക്ക് അതിങ്ങനെ വലുതായി വരുന്ന സമയത്ത് സ്നോറിങ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ENT ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ENT അലർജി പ്രോബ്ലംസ് ഉണ്ടോ, അലർജിക് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസ്, ദാറ്റ് മീൻസ് ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കേട്ടോ. സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് ഉമിനീർ ഗ്രന്ഥികളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ നമ്മുടെ ഓറൽ കാവിറ്റി, നമ്മുടെ മൗത്തുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ വോയിസ് ഡിസോർഡേഴ്സ്, നമുക്ക് നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാവുന്ന ചില തകരാറുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ENT ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നല്ല പറഞ്ഞത്, ENT ഡിപ്പാർട്ട്മെന്റിനകത്ത് ഹാൻഡിൽ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ലപോലെ വായിച്ചു വയ്ക്കാം. ഓക്കെ, മതി കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാനായിട്ട്. സ്നോറിംഗ് എന്ന് വെച്ചാൽ കുറുക്കം വലിയാണ് കേട്ടോ. കുറുക്കം വലിക്കാം, അതിനെയാണ് സ്നോറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എടുത്ത ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് ചോദ്യം എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാവുന്നത്. മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പാടുകളാണ്, മറുകുകളാണ് കേട്ടോ. മറുകാണ് കേട്ടോ. ഓക്കെ, ഇതിനെയാണ് മോൾസ് എന്ന് പറയുന്നത്. അതെ, ലാക്രിമൽ ഗ്രന്ഥിയിലാണ് കേട്ടോ. ടിയർ ഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലാക്രിമൽ ഗ്രന്ഥി ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിനകത്ത് കണ്ണുനീർ ഉണ്ടാക്കുന്ന ലാക്രിമൽ ഗ്രന്ഥി, അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ ടിയർ ഡക്റ്റ് പ്രോബ്ലം. വെനേറിയൽ മീൻസ് സെക്ഷൽ ഡിസീസ് ആണ് കേട്ടോ. ലൈംഗിക രോഗങ്ങളെയാണ് വെനേറിയൽ ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്? ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ ചേർന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്. Thank you, ma'am. Thank you, ma'am.